മൗലവി വിഭാഗത്തിന്റെ തൗഹീദ് സുല്ലമി വിശദീകരിക്കട്ടെ. പണ്ഡിതന്മാരെ പ്രസംഗിച്ചെടുക്കുക. അപ്പൊ ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചാൽ മതി, പിശാചിന് ഇത്രത്തോളം ധനത്തിൽ വരെ നഷ്ടം ഉണ്ടാക്കുന്ന, നമ്മുടെ ധനത്തിൽ നഷ്ടം ഉണ്ടാക്കാൻ പിശാചിന് സാധിക്കുന്നതോ അന്ന് മുശ്രിക്കല്ലേ? എനിക്ക് മുതലാളിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ കൂട്ടാൻ ഇവന്മാര് തൗഹീദിൽ വ്യതിയാനം ഉണ്ടായത് ഇവര് വ്യതിയാനം ഇങ്ങോട്ട് ആരോപിച്ച് ആ പഠിച്ചോമാണെന്ന് നബി പറഞ്ഞു, ഒരാൾ നമ്മൾ മുനാഫിക്ക് അല്ലെങ്കിൽ കാഫിർ വിളിച്ചാൽ വിളിച്ചോൻ കാഫിർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചോനാവുന്ന അറിഞ്ഞ് അതാണ് സംഭവിച്ചത്. ഇവിടെ മുജാഹിദുകളിൽ ഒരു കൂട്ടാത്തിന് വ്യതിയാനം ഉണ്ടെന്ന് ആരോപിച്ചപ്പോൾ ഇവർക്ക് തൗഹീദ് വരെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമെന്നും അതിൽ കുട്ടികളുണ്ടാകുമെന്നും. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ തന്നെ ആയിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. മഹാത്മാക്കൾ സഹായിക്കുമെന്നതിനുള്ള തെളിവുകളെ അന്ധമായി നിഷേധിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന സ്വലാഹി പിശാചി സഹായിക്കുമെന്നതിന് ആയത്തോതി തെളിവുണ്ടാക്കുകയാണ്. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും, അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു, ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ SMT വായിച്ചു കൊടുക്ക്, അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? ട്രെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാലികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും. മൗലവി വിഭാഗത്തിന്റെ ദിശയെക്കുറിച്ച് അബ്ദുസലാം സുല്ലമി. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചു നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആഴ്ചയിൽ തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിയാൽ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാൽ ഉപകാരം ചെയ്യുന്ന അതാണ് അവരുടെ തൗഹീദ്. ഒരു പ്രസംഗിക്കുന്ന അങ്ങനെയല്ലേ? മമ്പറന്തങ്ങളെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്ത് എന്ന നല്ലനെ വിളിച്ചാൽ ഉപകാരം ചെയ്യും, സുലൈമാൻ നബിന്റെ ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാൽ ഉപകാരം ചെയ്യുന്നല്ല പ്രസംഗിക്കുന്നത്. സംശയമുണ്ടോ? ഈ മേശമുള്ള കാസറ്റിന് വെച്ചോക്കി, ഓഡിയോ കാസറ്റ് വെച്ചോക്കുണ്ടോന്നുള്ളത് ഇത്രത്തോളം പറയാം. അപ്പൊ ചോദ്യം ചോദിച്ച് ഞാൻ മുസ്ലിം ജിന്നിനെ മുസ്ലിങ്ങൾ വിളിച്ചാൽ ഉപ്പാട് അതിന് വ്യക്തമായി മറുപടി അറിയില്ല. എനിക്കിത് പറയാൻ കഴിയില്ല. അങ്ങനത്തെ എന്തെങ്കിലും കാഫിറായ ജിന്ന് കാഫിറായ മുസ്ലിമിനെ കാഫിറായ മനുഷ്യനെ സഹായിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ മുസ്ലിമിനെ സഹായികൾ കിട്ടിയേക്കാൻ, പക്ഷേ അങ്ങനെ സ്വാധീനിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ജിന്നുണ്ടല്ലോ, നമ്മൾ മുസ്ലിം ജിന്നിനെ വിളിച്ച കാഫിരിങ്ങളെ ഈ ശരീരത്തിനെ വിളിച്ചാല്, കാഫിർ ജിന്നിനെ വിളിച്ചാല് കിട്ടുമെങ്കിൽ നമ്മൾ നല്ല ജിന്നിനെ വിളിച്ചു നോക്കുക. അപ്പൊ നല്ല ജിന്നിനെ വിളിച്ചാൽ കിട്ടൂല, മല്ലൻ ജിന്നിനെ വിളിച്ചാൽ കിട്ടും. അതാണ് അമേരിക്കയിലെ സാത്താന്റെ